ഇവർ രാവിലെ തുടങ്ങിയതാണ്. നമ്മളെ കിണറിൽ വന്നിട്ട് എന്തോ ഒരു വ്യഗ്രതയിലാണ്. ഇപ്പോൾ കണ്ടില്ലേ, തുളസിമിലേക്ക് മാറിയിരുന്നു. ഇതേ ചേഞ്ച് റോസുമിലും മുകളിൽ കയറി ഇതേ നമ്മളെ കൃഷ്ണ തുളസിയുമോ ഇരിക്കുന്നുണ്ട്. ഇവരെന്തോ വ്യക്തമായിട്ട് കാണിച്ച് തരികയാണ്. അതായത് ഇണ ഒപ്പമുണ്ട്, രണ്ടാളുണ്ട്. കണ്ടില്ലേ, അത് ഇനി കൂട്ടുകാരനാന്നും അറിയില്ല, അതോ എന്തോ അറിയില്ല. ഒരു ദണ്ടുമ്മൽ അതാ കയറിയിരിക്കണം. നമസ്കാരം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, എൻ്റെ കണ്ണിലൊരു ചെറിയൊരു റീല് പെട്ടതാണ്. നമ്മളെ ആലപ്പുഴ ജില്ലയിൽ ഒരു അനാഥമായി കിടക്കുന്ന ഒരു ശാസ്താ വിഗ്രഹം വീരാസനത്തിൽ ഒറ്റ പട്ടബന്ധത്തിൽ ഒറ്റ കാലിലേക്ക് പട്ടബന്ധനം ചെയ്ത് നിരായുധനായി ധ്യാനത്തിലിരിക്കുന്ന ഒരു യോഗി, അങ്ങനെയായിട്ടൊരു ശില്പം 14-ാം നൂറ്റാണ്ടിലോ ഇത്ര പഴക്കമുണ്ടെന്നൊക്കെ ഒരു അദ്ദേഹം പരസ്യം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ മുന്നേ ആ റീല് ഞാനൊരു പ്രാവശ്യം കണ്ടിരുന്നു. അപ്പോൾ അത് അമ്പലം ആക്കി മാറ്റി വെക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അവരുടെ റീലിൽ നിന്ന്. അപ്പോൾ എന്തായാലും അത് വളരെ സന്തോഷം. കാരണം നമ്മൾ വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പോരുത് പറഞ്ഞ മാതിരി എന്തോ ഒരു പ്രത്യേക ശോഭ ഉണ്ട് ആ വിഗ്രഹത്തിന്. അതിൻ്റെ ചൈതന്യം നശിച്ചിട്ടൊന്നുമില്ല, അത് നമുക്ക് കണ്ടറിയാം. ആളുകൾ ഇപ്പോഴേ അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തൊരു ഗ്രന്ഥം ഉണ്ട്, കുറച്ച് പഴക്കമുള്ള ഗ്രന്ഥം തന്നെയാണ്. അപ്പോൾ അത് ഞാനതിൽ ഒന്ന് നോക്കി. അപ്പോൾ ആലപ്പുഴയിൽ 2 പ്രശസ്ത ശാസ്താ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, ചിലത് ചെതല് പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല പ്രശ്നങ്ങളും നല്ല ചിലവും വരുന്ന ഏർപ്പാടാവും. പക്ഷേ അവിടുത്തെ ആളുകളുടെ മഹാഭാഗ്യം, നല്ലൊരു വിഗ്രഹം. എന്തായാലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അവിടുത്തെ ഒരു മഹാഭാഗ്യമാണ്. നിങ്ങൾ അതാര് കണ്ണിൽ പെടുത്തിയിട്ടുണ്ടെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലോ ആയിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഏത് വ്യക്തികളോ ഏത് പ്രസ്ഥാനങ്ങളോ ഏത് സംഘടനകളോ ആരാണെങ്കിലും അത് വളരെ നന്നായി. അതല്ലാന്നുണ്ടെങ്കിൽ അത് അയാൾ ആ നാടിനെ ദോഷം ചെയ്യും, ഉറപ്പാണ്. അതായത് അത് മഹാവിപത്തുകളാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ച പോലെയാവും. അപ്പോൾ നിങ്ങൾ പൂർവാധികം ശക്തിയോടെ അതൊക്കെ വെക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ ധനമായിട്ടും കാര്യങ്ങളായിട്ടൊന്നും ഒന്നും തരാനില്ല, അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയണ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഗ്രഹം കണ്ടതിന് ശേഷം ഇപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. അതായത് ദേഹത്തൊക്കെ ക്ലാവ് പിടിച്ച കളറാണ്, പച്ച കളറിൽ. നമ്മളെ നാഗങ്ങളുടെയൊക്കെ മേൽ ദേഹത്ത് കാണുന്ന പുള്ളിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ആ കൽവിളക്ക് ശ്രദ്ധിച്ചു, ഒരു ചെറിയൊരു ചിരാതിൻ്റെ മാതിരി ഒരു ലവ് ചിഹ്നത്തിൻ്റെ രൂപത്തിലാണ് അത് ശില്പി ഉണ്ടാക്കുന്നത്. ലേശം പഴക്കമുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു വിഗ്രഹം അത്യപൂർവമാണ് കേട്ടോ. ഞാനും എവിടെയും കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനത്തെ ഒരു വിഗ്രഹം. അയ്യപ്പ സ്വാമിയുടെ പല വിധാനത്തിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിന് മുന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക്, സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. ഓം നമ ശിവായ. പിന്നെ ഒരു കാര്യം വിട്ടു. പിന്നെ അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല
തിരുമേനിമാരും അതല്ലെങ്കിൽ അവിടുത്തെ ദേശത്തെ നല്ല ജ്യോത്സ്യരൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം വിഗ്രഹം നിർമ്മിക്കുന്ന ആളുകളോട് മാത്രം പറഞ്ഞത് മനസ്സിലാവില്ല. അത് എന്ത് വിഗ്രഹമാണെന്ന് അതൊന്നും ഉണ്ടാക്കിയ ആളുടെ പരമ്പരകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ചിലവരൊക്കെ പലരും പല വഴിക്കാവും. അതിനാണ് നമ്മൾ പ്രശ്നങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ അതിലൊക്കെ അത് വ്യക്തമായിട്ട് തെളിയുമല്ലോ. ഒരുപാട് പേര് വേണം, ഒരാൾ രണ്ടാൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല. അപ്പോൾ ആ പ്രശ്നം വയ്ക്കുമ്പോൾ അതിൽ തെളിയും. അതിന് എങ്ങനെ ഇരിക്കുക, പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. ആരൊക്കെ ഉപമൂർത്തികൾ വേണ്ടി വരും, എങ്ങനെ പൂജ കൊടുക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനമാണ്, നമ്മൾ ആരുടെയും തീരുമാനമല്ല. അപ്പോൾ അതിനാണ് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുക എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.